വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇന്ന് തന്നെ ഇട്ടിട്ടുള്ളതിൽ ഒത്തിരി ഡൗട്ട്സാണ് വന്നിട്ടുള്ളത്. ആ ഡൗട്ട്സ് കൂടി ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത്. അതിപ്പോൾ മുഴുവനായിട്ട് ഇത് കണ്ടു നോക്കാം കേട്ടോ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ മുന്നേ ഒരു കൺഫേം ചെയ്യാനുള്ള ബട്ടണുള്ള ഒരു പേജ് കാണിച്ച് തന്നിട്ടുണ്ട്. അതിലാരൊക്കെ ഇന്ന് കൺഫേം ചെയ്യണം, ആരൊക്കെ ചെയ്യരുത് എന്നീ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾക്ക് അക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്ന് വന്നിട്ടുള്ള കുട്ടികൾ ഒരു ഡോക്യുമെൻറ്റ്സ് പോലും തെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തി വായിച്ചു മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മേളിൽ കറക്ഷനൊന്നുമില്ല എന്നുള്ളത് ടിക്ക് കൊടുത്ത്, ടിക്കല്ല അവരൊരു പോയിൻ്റ് കാണും, അത് കൊടുത്ത് കൺഫേം ചെയ്യുക. കൺഫേം ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ, ഒരുപാട് കുട്ടികൾ സൈറ്റിൽ ഇപ്പോൾ തന്നെ കയറി നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. സോ അത് ആലോചിച്ച് പേടിക്കേണ്ട. അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെല്ലാവരും ഇപ്പോൾ കൺഫേം കൊടുക്കുക. ഇനി കറക്ഷൻ ഉള്ള കുട്ടികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് 28-ാം തീയതി വരെ സമയമുണ്ട്. കറക്ഷൻ എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൻ്റെ അവിടെ കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ചെന്ന് അക്ഷയയിൽ പോയി പുതിയ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി കറക്റ്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, അതുമാത്രമേ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റൂ. അതായത് നിങ്ങളൊരു ഡേറ്റ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പുതിയ ഡേറ്റുള്ള സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊണ്ടുപോയി കറക്ഷൻ ചെയ്യാം. പക്ഷേ നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് ഇതുവരെ അപ്ലോഡ് ചെയ്തില്ല രജിസ്ട്രേഷൻ സമയത്ത്, ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പലരും ഡൗട്ട് ചോദിച്ചതാണ്, NRI സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തില്ല, അത് ഈ കറക്ഷൻ ടൈമിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. തെറ്റുകൾ ഉള്ള കുട്ടികൾ ഇപ്പോൾ കൺഫേം കൊടുക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങളുടെ തെറ്റ് തിരുത്തിയിട്ട് മാത്രമേ കൺഫേം കൊടുക്കാവൂ. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വെരിഫിക്കേഷൻ ഒന്നുകൂടി അപ്രൂവൽ ആവാനുള്ള സമയം വരും. അതല്ല, അപ്രൂവലായവർക്ക് മാത്രമായിരിക്കും LBSൽ മുന്നോട്ടുള്ള ബാക്കി പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റൂ. അപ്രൂവൽ അല്ലാത്ത കുട്ടികൾക്ക്, അതായത് പ്രൊവിഷണലി റിജക്റ്റഡ് എന്ന് പറഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികൾക്ക് LBSൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ SC/ST റിസർവേഷനുള്ള കുട്ടികൾ, അതുപോലെ എന്തെല്ലാം റിസർവേഷൻ നിങ്ങൾക്കുണ്ടോ ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതായിരിക്കണം. അതിനി പുതുതായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല. SC റിസർവേഷനുള്ള സ്റ്റുഡൻസൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റ് കറക്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം മാത്രം കൺഫേം കൊടുക്കുക കേട്ടോ. സൈറ്റ് എററാണെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഒരുപാട് കുട്ടികൾ കയറി നോക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം വന്നിരിക്കുന്നത്. അപ്പോൾ കൺഫേം കൊടുക്കേണ്ട കുട്ടികൾ, ഇതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ല, സർട്ടിഫിക്കറ്റൊക്കെ ഓക്കെ ആണെന്നുള്ള കുട്ടികൾ ഇന്ന് 5 മണിക്ക് മുന്നേ തന്നെ കൺഫേം കൊടുത്തോട്ടോ. കഴിഞ്ഞ് 28-ാം തീയതി കറക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി നിങ്ങളുടേത് അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലരും ചോദിച്ചതാണ്, കൺഫർമേഷൻ കൊടുക്കണമെന്ന് നിർബന്ധമാണോ? കൺഫർമേഷൻ കൊടുക്കണമെന്നുള്ളത് നിർബന്ധമാണ്. കൺഫർമേഷൻ ഡൺ എന്ന് വന്ന കുട്ടികൾക്ക് മാത്രമേ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മുന്നോട്ടുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം എല്ലാം ചെയ്തു, കറക്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഈ കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം അറിയാതെ പോയ ഒരുപാട് കുട്ടികൾക്ക് മുന്നോട്ട് LBSൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ആ തെറ്റ് നിങ്ങൾ ചെയ്യരുത്. ഒരുപാട് കമൻറ്റ്സ് ഞാൻ അതിൽ കണ്ടു. ഞാൻ വർക്കിലാണ്, അതുകൊണ്ടാണ് ആർക്കും എനിക്കിപ്പോൾ കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റാത്തത്. ഞാൻ ഫ്രീ ആകുമ്പോൾ മാക്സിമം തരാൻ നോക്കാം. അതുപോലെ നിങ്ങൾ ഈ അലേർട്ടായിട്ടിരിക്കുക, അപ്ഡേഷൻസ് അറിയുന്നത് പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ എത്തിക്കുക. സമയം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പലരും LBSൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് പോലും അറിയാത്ത ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് കഴിഞ്ഞ കമൻറ്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു, LBSന് സ്റ്റാർട്ട് ചെയ്തോ, BSc നഴ്സിംഗ് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ അറിയാത്ത സ്റ്റുഡൻസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.